ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ചിക്കൻ പിസയുടെ റെസിപ്പി. നമുക്ക് ഒരു പിസയൊക്കെ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസയുടെ റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന ഒരു പിസയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പിസ്സ ബേസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിൽ ഒരു ഹാഫ് ഗ്ലാസ് വാം വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ബൗളിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈസ്റ്റ് മിക്സ് ഇട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മുടെ പിസ്സ ബേസ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഡഫ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വീണ്ടും നമുക്കൊരു ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ടോ കവർ ചെയ്ത് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പിസ്സ മാവ് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ, അതിന് പിസ്സയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു 150 ഗ്രാം ചിക്കൻ ചെറിയ ക്യൂബായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത എല്ലാ ചിക്കൻ പീസസും അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം കുറച്ച് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ ബേസിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഫ്ലോർ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ പിസ്സ ബേസ് റെഡിയാക്കി എടുക്കാൻ. ഞാനിത് ഓവണിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ, ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിത് ഓവണിൽ വെക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു ഫോർക്ക് കൊണ്ട് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കണം. പിന്നീട് നമുക്കിതൊന്ന് ഒരു 2 സൈഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൊസറല്ല ചീസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ചിക്കൻ പീസസും കൂടി എല്ലായിടത്തും ഒന്ന് നന്നായി ഇട്ട് കൊടുക്കണം. പിന്നീട് അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കളർ ക്യാപ്സിക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളായി കിട്ടും. ഒലീവ്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ തക്കാളിയും ഒനിയൻ ക്യൂബായി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചില്ലി ഫ്ലേക്സും കൂടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഒറിഗാനോയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മൊസറല്ല ചീസും കൂടി അതിൻ്റെ മേലെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സയുടെ ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രീ ഹീറ്റഡ് ഓവനാണ്. അത് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 15 മിനിറ്റ് നമുക്കിതിന് ആവശ്യമാണ്. പിസ്സ ബേസ് നമുക്കൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചീസി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഇട്ടത് കൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു പിസ്സയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പിസ്സയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.